അങ്ങോട്ടൊരു കുറച്ച് കാശ് കൊടുക്കും, തിരിച്ച് ഇങ്ങോട്ട് കാശെങ്കിൽ അയാളുടെ ലൈഫിൽ മൊത്തം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കണ്ട് അയാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം വളരെ അധികമായിരിക്കും. അതുപോലെ തന്നെ എട്ടാം ഭാവാധിപനെ കൊണ്ടുള്ള സരളായ യോഗത്തില് കുതിരയുടെ സരളായ യോഗത്തില് അയാളുടെ സെക്ഷൽ ലൈഫ് വളരെയധികം വോളറ്റൈൽ ആയിരിക്കും. എട്ടാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുന്നത് എട്ടാം ഭാവം സെക്ഷൽ ഡിസൈനേഴ്സിന്റെ ഒരു ഭാവമാണ്. എട്ടാം ഭാവാധിപൻ ആദ്യം നിൽക്കുമ്പോൾ ഇയാൾക്ക് ആ സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കുന്ന താല്പര്യമായിട്ട് വളരെയധികം ശത്രുത ഉണ്ടാകാം. അത് 6-ലും 12-ലും എട്ടാം ഭാവാധിപൻ നിൽക്കുമ്പോൾ വളരെ അധികമായിരിക്കും. പക്ഷെ എട്ടാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിനുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവുമെങ്കിലും ഇയാൾക്ക് അധികം സക്സസ് ആയിരിക്കും ഉണ്ടാകുക. 6-ലും 12-ലും ആണെങ്കിൽ സക്സസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ റിലേഷൻഷിപ്പ് വളരെ ട്രബിൾ ചെയ്തിട്ടില്ല. എന്താണെങ്കിലും ഒരു ഇന്നത്തെ ഒരു ഇല്ലത്തായിട്ടുള്ള റിലേഷൻഷിപ്പിന് എപ്പോഴും ഒരു നെഗറ്റീവ് ഛായുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊന്നും കൊണ്ട് അയാൾക്ക് തളർച്ച ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. പിന്നെ എട്ടാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും അയാൾക്ക് വളരെയധികം സ്ട്രെങ്ത്, അതായത് അസുഖങ്ങളോടുള്ള ദീർഘായുസായിരിക്കും അയാൾക്ക് ലഭിക്കുക. പിന്നെ എട്ടാം ഭാവാധിപൻ 12-ൽ നിൽക്കുകയാണെങ്കിൽ അതും ഒരു ബുദ്ധിയുടെ സഹായകമാണ്. ഇയാളുടെ ശത്രുക്കൾ കൂടുതലും ലാൻസിനായിരിക്കും. ഇയാൾക്ക് ശത്രുക്കൾ കൂടുതൽ ഉണ്ടാകുന്നത് ഇയാളുടെ കർമ്മത്തിൽ നിന്നായിരിക്കും. പക്ഷേ അയാൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ശത്രുക്കൾ സൈലന്റ് എനിമീസ് അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എട്ടാം ഭാവാധിപൻ 12-ൽ നിൽക്കുമ്പോൾ കൂടുതലും അയാൾക്ക് മിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മിസ്റ്റിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അസ്ട്രോളജി, ചാനൽ, ന്യൂമറോളജി, വാസ്തു അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യം ഉണ്ടായിരിക്കും. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാർട്ടിലുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഒരു മിസ്റ്റിക്കൽ സയൻസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. മിസ്റ്റിക്കൽ സയൻസ് ആണെന്നില്ല, വിശുദ്ധ പുസ്തകങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം, പിന്നെ ഈ വ്യക്തിക്ക് സ്പിരിച്വൽ ഗൈഡ് ആകാനുള്ള ചാൻസിന്റെ എല്ലാം ഇയാളുടെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ സ്പിരിച്വൽ ഡൊമൈനിൽ നിന്ന് വരും. അങ്ങനെയൊക്കെ ആയിരിക്കും എട്ടാം ഭാവാധിപൻ 6-ലും 8-ലും 12-ലും നിൽക്കുന്നത്. ഇനി 12-ാം ഭാവാധിപൻ 6-ലോ 8-ലോ വന്നിട്ടുണ്ടെങ്കിൽ 12-ാം ഭാവാധിപൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മോക്ഷ ഹൗസാണ് 12-ാം ഭാവം. 12-ാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനസ്ഥാനം, ഹിഡൻ ഹൗസാണ്. ഓക്കെ, ഇതിനകത്ത് കാണിക്കുന്നത് ഇതിനകത്ത് പറയുന്ന ഫലവിധികൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. നഷ്ടങ്ങൾ, ശാരന്മാർ, അന്ത്യകർമ്മങ്ങൾ, പോവതി, അതായത് വാല്യൂവിൽ നമ്മുടെ കുക്കർമ്മങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ, ദൂരദേശത്ത് നമ്മൾ പോയിട്ട് അവിടെ തടവിലാക്കപ്പെടാനുള്ള ഒരവസ്ഥ, ദൂരദേശത്ത് ശത്രുക്കൾ ഉണ്ടാകാനുള്ള അവസ്ഥ, നമ്മുടെ അറ്റ്ലസ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇപ്പം കപ്പൽ ചെയ്യുന്ന ദൂരദേശത്തൊക്കെ ഇഷ്ടംപോലെ ശത്രുക്കളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 12-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളുടെ ഭാവങ്ങൾ, അത് ഹോസ്പിറ്റൽ, ആശ്രമങ്ങൾ, സന്യാസദീക്ഷ, അതുപോലെ തന്നെ ഏകാന്ത ജീവിതം നയിക്കാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ഹീലേഴ്സ്, അതുപോലെ തന്നെ കൗൺസിലേഴ്സ്, സ്പിരിച്വൽ ടീച്ചേഴ്സ്, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഭാവമാണ് 12-ാം ഭാവം. 12-ാം ഭാവാധിപൻ 6-ലോ 8-ലോ 12-ലോ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള പലതരം ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ 12-ാം ഭാവാധിപൻ ഈ 6, 8, 12 നിൽക്കുമ്പോൾ ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരു 30 to 40 years അയാൾ കംപ്ലീറ്റ് മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതായിരിക്കും. അതുവരെ അയാളുടെ ലൈഫിൽ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി വെളിവാക്കുന്ന പല അനുഭവങ്ങൾ അയാളുടെ ലൈഫിൽ ഉണ്ടാകും. തീർച്ചയാണ്. അതുപോലെ തന്നെ 12-ാം ഭാവാധിപൻ 6, 8, 12 നിൽക്കുമ്പോൾ ചൈൽഡ് അബ്യൂസിനുള്ള ഒരു ശക്തമായിട്ടുള്ള ചാൻസസ് ആണുള്ളത്. നിങ്ങൾക്ക് 12-ാം ഭാവാധിപൻ ഈ ഭാവങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചൈൽഡ് അബ്യൂസ് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ചൈൽഡ് അബ്യൂസ് എപ്പോഴും സെക്ഷൽ അബ്യൂസ് ആണെന്നില്ല. വെറുതെ അബ്യൂസിലൊക്കെ മാതാപിതാക്കള് കുട്ടികളെ പീഡിപ്പിക്കുന്ന അടിച്ചും വെടിച്ചും ശപിച്ചും ഓവർ ടൈം ചെയ്യിപ്പിച്ചും അത് സ്ലീപ്പ് ഡിപ്രൈവ്
കുട്ടികൾ ശരിക്കും ഉറങ്ങാനല്ല എനിക്കത് ഈ ടീനേജേഴ്സിലൊക്കെയാണ് കുട്ടികൾ എഴുതുന്നവരെ ഉറക്കുന്നത് കാരണം അവർ വളർന്നു വരുന്ന സിറ്റുവേഷൻ അതിന് അവർ ഒരിക്കലും പറയില്ല കാരണം ടീനേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ധാരാളം ഉറങ്ങണം അതവരുടെ ഹോർമോൺ ഗ്രോത്ത് ഉറക്കവുമായിട്ട് ധാരാളം കണക്ട് ചെയ്താണ് ഇരിക്കുന്നത് ഗ്രോ ചെയ്യുന്നതെന്നുള്ളത് സിമ്പിളാണ് അപ്പോൾ പക്ഷെ അപ്പോൾ നമ്മൾ എഴുതുന്നവർ തന്നെ അടക്കമായിട്ട് ഉറങ്ങുകയാണ് അങ്ങനെ ഷേപ്പ് ഡിസൈഡ് ചെയ്യാൻ അവർക്ക് ഉറങ്ങാനുള്ള ഇന്ന സമയം കൊടുക്കുന്നു അപ്പം അങ്ങനെയുള്ള പലതരം അബ്യൂസുകൾ ആ അബ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ജയഭാവം എന്ന് പറയുന്നത് എന്ത് കൊടുത്താലും ചിലവായിരിക്കും ഇവൻ മെഡിറ്റേറ്റ് കൊടുക്കുകയാണെങ്കിൽ എപ്പോൾ എന്ത് കൊടുത്താലും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 10 കൊണ്ട് പോയാൽ 100 രൂപയിലാണല്ലോ അങ്ങനത്തെ അവസ്ഥയായിരിക്കും പക്ഷെ ഇവയെല്ലാം ഉണ്ടെങ്കിലും അയാൾ ഇതെല്ലാമായിരിക്കും പ്രധാനപ്പെട്ട ചലഞ്ച് അത് ചെറുപ്പകാലം വളരെ കണ്ടിരുന്ന വീട്ടിലായിരിക്കും പക്ഷെ ഇതിലെല്ലാം തന്നെ അയാൾ മുക്തേറി ഒരു 30-40 ഇയേഴ്സിലാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സംഭവ ആവശ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിപരീത രാജയോഗത്തെ സൂചിപ്പിക്കാം അപ്പോൾ വിപരീത രാജയോഗം എന്ന് വെച്ചാൽ വിപരീത അവസരങ്ങളിലൂടെ കടന്നു വരുന്നത് രാജാവായി മാറുമെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ലൈഫിൽ പലതരം അവസ്ഥകൾ വന്നു ചേരാം പക്ഷേ ഈ യോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് നോട്ടാണ് സൂചിപ്പിക്കുക ഇപ്പോൾ ഒരു വിപരീത രാജയോഗം ഉണ്ടെങ്കിൽ മറ്റുള്ള രാജയോഗങ്ങളും ഉണ്ടായിരിക്കും ഇപ്പൊ 2ാം ഭാവാധിപൻ 4 നിൽക്കുക അല്ലെങ്കിൽ 4ാം ഭാവാധിപൻ വന്ന് 9 നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനയോഗ രാജയോഗമൊക്കെ പറയാം പക്ഷെ വിപരീത രാജയോഗം ഒരു രാജ്യത്തിൽ നിന്ന് കളിക്കുമ്പോൾ വിപരീത രാജയോഗം ഫസ്റ്റ് കാണുകയാണെങ്കിൽ ഉറപ്പിച്ച് അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ട് ഐശ്വര്യങ്ങളും 30-40 സമയത്തായിരിക്കും കാരണം അതുവരെ അയാൾക്ക് കരിയറിൽ വെല്ലുവിളികൾ ഉണ്ടാകാം മാരേണ്ട ലൈഫ് ഉണ്ടാകാം അതുപോലെ തന്നെ ലക്ഷ്യങ്ങൾ ലൈഫിലായാലും ഒരിക്കലും കിട്ടിയെന്ന് വരത്തില്ല അങ്ങനെയുള്ള പലവിധ ചലഞ്ചസ് ഈ വിപരീത രാജയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നു പക്ഷെ വിപരീത രാജയോഗം ഉള്ളത് ഒരാളുടെ ലൈഫിൽ അയാൾ എത്ര ചലഞ്ചിൽ പോയാലും ഒരിക്കലും സമൂഹത്തിൽ നിന്നും അയാൾ ഫ്യൂച്ചർ 30-40 ഇയേഴ്സിൽ വളരെയധികം ഐശ്വര്യം ബാധിച്ച് ഒരു രാജാവിനെ പോലെ ജീവിക്കും എന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് വിപരീത യോഗം 3 യോഗമുണ്ട് വിപരീത ഹർഷയോഗ വിപരീത സന്തായോഗ വിപരീത നിർണായോഗം ഹർഷയോഗം എന്ന് വെച്ചാൽ 6ാം ഭാവാധിപൻ 6, 8, 12 ഹർഷയോഗം സന്തായോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8ാം ഭാവാധിപൻ 6, 8, 12 പിന്നെ വിപരീത യോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11ാം ഭാവാധിപൻ 6, 8, 12 ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഈ യോഗങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രഹങ്ങൾ കൊണ്ട് ആണെങ്കിൽ ഏറ്റവും നല്ലത് അതായത് ശനി ചൊവ്വ ബുധൻ സൂര്യൻ ഇവയെ കൊണ്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ ഒരു മോശപ്പെട്ട മനുഷ്യൻ നമ്മൾ